കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 16 ഞായറാഴ്ച 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങളിൽ നിർമ്മിത ബുദ്ധി ഉപയോഗം വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശത്തിന് പാർലമെന്റ് അംഗീകാരം. വിദേശകാര്യ പ്രതിരോധ ദേശീയ സുരക്ഷാ സമിതി വൈസ് ചെയർമാൻ MP ഹസൻ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ സമർപ്പിച്ച നിർദ്ദേശം പാർലമെന്റ് സ്പീക്കർ അഹമ്മദ് അൽ മുസ്ലം തുടർ അവലോകനത്തിനായി ബന്ധപ്പെട്ട കമ്മിറ്റികൾക്ക് അയച്ചു. നിർദ്ദേശം നടപ്പായാൽ നഷ്ടപ്പെടാവുന്ന ജോലികളുടെ എണ്ണത്തെക്കുറിച്ച് ബോധ്യമുണ്ടാവുകയും മറ്റെന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് പരിശോധിക്കുകയും വേണമെന്ന് സ്പീക്കർ പറഞ്ഞു. എന്നിരുന്നാലും ചിലവ് ചുരുക്കുന്നതിന്റെയും സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിന്റെയും പ്രധാന ഘടകമായി AI മാറിക്കൊണ്ടിരിക്കുകയാണെന്നും സർക്കാർ മന്ത്രാലയങ്ങളിലെ സേവനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുക, കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയിൽ നിർമ്മിത ബുദ്ധി മികച്ച സംവിധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡാറ്റ വിശകലനത്തിനും സർക്കാർ അക്കൗണ്ടുകളുടെ ഓഡിറ്റുകളിലും AI ഉപയോഗിക്കാമെന്നും ഇത് പ്രോത്സാഹിപ്പിക്കണമെന്നും സ്പീക്കർ സൂചിപ്പിച്ചു. ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ അവാർഡ്. ആഗോളതലത്തിൽ മികച്ച വിമാനത്താവളത്തിനുള്ള എയർപോർട്ട് സർവീസ് ക്വാളിറ്റി അവാർഡാണ് ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലഭിച്ചത്. അസാധാരണമായ യാത്രാനുഭവം നൽകുന്നതിനും മേഖലയിലും ലോകമെമ്പാടുമുള്ള ഒരു മുൻനിര വിമാനത്താവളം എന്ന സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള അംഗീകാരമാണ് ഈ അവാർഡ്. 2024 ഉടനീളം നടത്തിയ സർവേകളിലൂടെ ശേഖരിച്ച യാത്രക്കാരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്താണ് അവാർഡ് നൽകുന്നത്. ഈ അവാർഡ് മുഴുവൻ BAC ടീമിന്റെയും വിലപ്പെട്ട പങ്കാളികളുടെയും സമർപ്പണത്തിനും കഠിനാധ്വാനത്തിനുമുള്ള അംഗീകാരമാണെന്ന് ബഹ്റൈൻ എയർപോർട്ട് കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുഹമ്മദ് യൂസഫ് അൽ ബിൻ ഫലാഹ് പറഞ്ഞു. ഷെയ്ഖ് നാസർ ബിൻ അഹമ്മദ് എൻഡൂറൻസ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി നടന്ന 120 കിലോമീറ്റർ കുതിരയോട്ട മത്സരത്തിൽ പങ്കെടുത്ത് മാനുഷിക കാര്യങ്ങൾക്കും യുവജന കാര്യങ്ങൾക്കുമുള്ള ഹമ്മദ് രാജാവിന്റെ പ്രതിനിധി ഷെയ്ഖ് നാസർ ബിൻ അഹമ്മദ് ആൽ ഖലീഫ. ബഹ്റൈൻ റോയൽ ഇക്വസ്ട്രിയൽ ആൻഡ് എൻഡൂറൻസ് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. 120 കിലോമീറ്റർ റൈഡും പൂർത്തിയാക്കിയ ഷെയ്ഖ് നാസർ സഹമത്സരാർത്ഥികളുടെ പ്രകടനങ്ങളിലും രാജ്യത്തിന്റെ ഈ മേഖലയിലെ നേട്ടങ്ങളെയും പ്രശംസിച്ചു. 120 കിലോമീറ്റർ കൂടാതെ 100 കിലോമീറ്റർ, 80 കിലോമീറ്റർ, 40 കിലോമീറ്റർ എന്നിവയിലും ബഹ്റൈൻ ഇന്റർനാഷണൽ എൻഡൂറൻസ് വില്ലേജിൽ മത്സരങ്ങൾ നടന്നിരുന്നു. ലോകമെമ്പാടുമുള്ള മലയാളി പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കാനും പ്രവാസി കേരളീയർക്ക് ആശയ കൈമാറ്റത്തിനും പ്രൊഫഷണൽ കൂട്ടായ്മകൾക്കും ബിസിനസ് തൊഴിലവസരങ്ങൾ കണ്ടെത്താനും സാംസ്കാരിക കൈമാറ്റങ്ങൾക്കും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ലോക കേരളം ഓൺലൈൻ പോർട്ടൽ രജിസ്ട്രേഷൻ ബഹ്റൈൻ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നടന്നു. ബഹ്റൈനിലെ വിവിധ സംഘടനാ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ലോക കേരള സഭാംഗവും കേരളീയ സമാജം പ്രസിഡന്റുമായ PV രാധാകൃഷ്ണപിള്ള പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു. നോർക്ക റൂട്ട് CEO അജിത് കൊളശ്ശേരി, ലോക കേരള സഭാ കോർഡിനേറ്റർ അഖിൽ CS, അഭിജിത്ത് VG എന്നിവർ ഓൺലൈനായും പരിപാടിയിൽ പങ്കെടുത്തു. കേരളീയ സമാജം ബാബുരാജ് ഹാളിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിൽ ലോക കേരള സഭാംഗങ്ങളായ CV നാരായണൻ അധ്യക്ഷത വഹിക്കുകയും സുബൈർ കണ്ണൂർ സ്വാഗതം ആശംസിക്കുകയും ഷാജി മൂതല നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. K-സ്മാർട്ട് ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ ഡിജിറ്റൽ സർവീസുകൾ, കലാമണ്ഡലത്തിന്റെ ഹ്രസ്വകാല ഓൺലൈൻ കോഴ്സുകൾ, ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ, കൗൺസിലിംഗ് സേവനങ്ങൾ, ആയുഷ് വഴിയുള്ള ആയുർവേദ കൺസൾട്ടേഷൻ സർവീസ് തുടങ്ങിയ സേവനങ്ങൾ ഈ പോർട്ടലിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി അധികൃതർ വ്യക്തമാക്കി. വ്യക്തികൾക്കും സംഘടനകൾക്കും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ബഹ്റൈനിലെ 50ഓളം സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്ത പരിപാടിക്ക് NV ലിവിൻ കുമാർ ഏകോപനം നിർവഹിച്ചു. ബഹ്റൈനിലെ മുഴുവൻ പ്രവാസി മലയാളികളും www.lokakeeramonline.kerala.gov.in എന്ന ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ അഭ്യർത്ഥിച്ചു. ബഹ്റൈൻ പ്രതിഭ മനാമ മേഖലയ്ക്ക് കീഴിലെ സെൻട്രൽ മാർക്കറ്റ് യൂണിറ്റ് ഇഫ്താർ സ്നേഹവിരുന്ന് 2025 സംഘടിപ്പിച്ചു. മനാമ KCT ഹാളിൽ സംഘടിപ്പിക്കപ്പെട്ട സ്നേഹവിരുന്നിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കളും സെൻട്രൽ മാർക്കറ്റിലെ തൊഴിലാളി മേഖലയിലുള്ളവരും പങ്കെടുത്തു. യൂണിറ്റ് സെക്രട്ടറി നുബിൻ അൻസാരി സ്വാഗതം പറഞ്ഞ സാംസ്കാരിക സമ്മേളനത്തിൽ യൂണിറ്റ് രക്ഷാധികാരി നജീബ് മീരാൻ അധ്യക്ഷത വഹിച്ചു. ലോക കേരള സഭാംഗവും പ്രതിഭാ രക്ഷാധികാരി സമിതി അംഗവുമായ സുബൈർ കണ്ണൂർ ഇഫ്താർ സ്നേഹസംഗമം ഉദ്ഘാടനം
ഉദ്ഘാടനം ചെയ്തു. ICF നാഷണൽ പ്രസിഡന്റ് ജനാബ് അബൂബക്കർ സിദ്ദിഖി റമദാൻ സന്ദേശം നൽകി. ഇസ്കോൺ പ്രതിനിധി അന്തരംഗ ചൈതന്യദാസ്, സെന്റ് മേരീസ് ഓർത്തഡോക്സ് വികാരി റവറന്റ് ഫാദർ ജേക്കബ് തോമസ്, പ്രതിഭ മുഖ്യരക്ഷാധികാരി P. ശ്രീജിത്ത്, ലോക കേരള സഭാംഗം CV നാരായണൻ, പ്രതിഭ പ്രസിഡന്റ് ബിനു മണ്ണിൽ, വൈസ് പ്രസിഡന്റ് നൌഷാദ് പൂനൂർ, വനിതാവേദി സെക്രട്ടറി റീഗ പ്രദീപ്, സെൻട്രൽ മാർക്കറ്റ് യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീജേഷ് നന്ദി പ്രകാശിപ്പിച്ചു. ഇൻഡെക്സ് ബഹ്റൈൻ ദാർ അൽ ഷിഫ മെഡിക്കൽ സെന്ററുമായി ചേർന്ന് അൽബന്ദർ അൽഹിലാൽ മാർബിൾ ലേബർ ക്യാമ്പിൽ ഇഫ്താർ സംഗമം നടത്തി. 200ഓളം തൊഴിലാളികൾ പങ്കെടുത്ത ഇഫ്താർ സംഗമത്തിന് ഇൻഡെക്സ് ബഹ്റൈൻ ചെയർമാൻ സേവി മാത്തുണ്ണി, പ്രസിഡന്റ് റഫീഖ് അബ്ദുള്ള, രക്ഷാധികാരികളായ KR ഉണ്ണി, അശോക് കുമാർ, ലത്തീഫ് ആയഞ്ചേരി, സുരേഷ് ദേശികൻ, ഭാരവാഹികളായ അനീഷ് വർഗീസ്, അജീബ് ഹാസി, ക്യാമ്പ് സൂപ്പർവൈസർ ബിജു VN കൊയിലാണ്ടി, ജിതേഷ്, സാബു ജോയ്, ശ്രീകുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിവന്ന പോലെ ഈ വർഷവും ലേബർ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ഇഫ്താറുകൾ സംഘടിപ്പിക്കുവാൻ ഇൻഡെക്സ് ബഹ്റൈൻ ശ്രമിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ. 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. കാനച്ചേരിക്കൂട്ടം ബഹ്റൈൻ ചാപ്റ്റർ ഇഫ്താർ മീറ്റും വാർഷിക ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു. ഹാരിസ് മുണ്ടേരി അധ്യക്ഷത വഹിച്ച പരിപാടി കുട്ടൂസ മുണ്ടേരി ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് EK വിഷയാവതരണവും ഷറഫുദ്ദീൻ തൈവളപ്പിൽ, ഹാഷിം OP എന്നിവർ ആശംസകളും അർപ്പിച്ചു. നദീർ പാറപ്പാടത്തിൽ സ്വാഗതവും ജംഷീർ റഹ്മാൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന ജനറൽ ബോഡിയിൽ കുട്ടൂസ മുണ്ടേരി, ഷറഫുദ്ദീൻ തൈവളപ്പിൽ, അബ്ദുൽ ഖാദർ TV, ഷംസുദ്ദീൻ K എന്നിവർ ഉപദേശക സമിതി അംഗങ്ങളായും, ഹാരിസ് മുണ്ടേരി പ്രസിഡന്റായും, ജംഷീർ റഹ്മാൻ ജനറൽ സെക്രട്ടറിയായും, നൌഫൽ വരയിൽ ട്രഷററായും, അഷ്റഫ് EK വർക്കിംഗ് സെക്രട്ടറിയായും, താജുദ്ദീൻ P, സിറാജുദ്ദീൻ VC, ഹാഷിം OP, അഷ്റഫ് മൗലവി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, ഇസുദ്ദീൻ NK, ജസീർ P, തൻസീർ P, സാബിത് P, ഷഫീഖ് KV എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു. പ്രോഗ്രാം കൺവീനർ അഫ്സൽ P, സോഷ്യൽ മീഡിയ കൺവീനർ അജ്മൽ P, ചാരിറ്റി കൺവീനർ നദീർ പാറപ്പാടത്തിൽ, അസീബ്, നവാസ്, അജ്മൽ, ഇർഷാദ് എന്നിവർ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബഹ്റൈനിലുള്ള എറണാകുളം നിവാസികളുടെ കൂട്ടായ്മയായ ഫ്രറ്റേണിറ്റി ഓഫ് എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ ഈ വർഷത്തെ ഇഫ്താർ കിറ്റ് വിതരണം സിത്ര ലേബൽ ക്യാമ്പിൽ വിതരണം ചെയ്തു. പ്രസിഡന്റ് സ്റ്റീവൻസൺ മെൻഡീസിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഫുഡ് കിറ്റ് വിതരണത്തിൽ ജനറൽ സെക്രട്ടറി സുനിൽ ബാബു സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ഡെന്നി ജെയിംസ്, ജോയിന്റ് സെക്രട്ടറി സുജിത് കുമാർ, മെമ്പർഷിപ്പ് സെക്രട്ടറി ജയേഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജോഷി, സുനിൽ രാജ്, ഐസക്, അഗസ്റ്റിൻ, രഞ്ജിത്ത്, ജിജേഷ് എന്നിവർ പങ്കെടുത്തു.
ആരോഗ്യ സേവന മേഖലയിൽ പ്രമുഖരായ അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗ്രാൻഡ് ഇഫ്താർ മീറ്റ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മനാമ ബസ് സ്റ്റോപ്പിന് സമീപമുള്ള മനാമ സെൻട്രലിലെ അൽഹിലാലിന്റെ പുതിയ ശാഖയുടെ പാർക്കിംഗ് ഏരിയയിലാണ് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചത്. 1600ഓളം പേർ പങ്കെടുത്ത ഇഫ്താറിൽ വിവിധ സ്ഥാനപതികൾ, പാർലമെന്റ് അംഗങ്ങൾ, അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ ബോർഡ് ഓഫ് ഡയറക്ടർമാർ, സാമൂഹിക മേഖലയിലുള്ള പ്രമുഖർ, മാധ്യമ പ്രവർത്തകർ, അൽഹിലാൽ ഹെൽത്ത് കെയർ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർമാരായ ഡോക്ടർ PA മുഹമ്മദ്, അബ്ദുൽ ലത്തീഫ്, അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ CEO ഡോക്ടർ ശരത് ചന്ദ്രൻ, അൽഹിലാൽ ഹെൽത്ത് കെയറിന്റെ വൈസ് പ്രസിഡന്റ് ആസിഫ് മുഹമ്മദ്, ഫിനാൻസ് മാനേജർ CA സഹൽ ജമാലുദ്ദീൻ എന്നിവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലാത്ത, പറയത്തക്ക ബന്ധുമിത്രാദികൾ ആരുമില്ലാത്ത, കാഴ്ചയും കേൾവിയുമടക്കം ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് 70-ാം വയസ്സിലും തുച്ഛമായ ശമ്പളത്തിൽ ചെറിയ ജോലികൾ ചെയ്ത് 20 വർഷത്തോളമായി നാട്ടിൽ പോകാനാവാതെ ബഹ്റിനിൽ ജീവിച്ചിരുന്ന തൃശൂർ സ്വദേശിയായ വ്യക്തിയെ ബഹ്റിനിലെ MM ടീമിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമഫലമായി നാട്ടിലെത്തിച്ചു. MM ടീം സമാഹരിച്ച അവശ്യ സാധനങ്ങൾ അടങ്ങിയ ഗൾഫ് കിറ്റും എയർ ടിക്കറ്റും സഹായനിധിയായി 1,80,700 രൂപയും കൈമാറി. അതിനോടൊപ്പം നാട്ടിൽ വേണ്ട താമസ സൗകര്യവും തുടർന്ന് വേണ്ട സഹായവും ഒരുക്കിയതായും MM ടീം ഭാരവാഹികൾ അറിയിച്ചു. ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച BK7A സൈഡ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ കൻസാര 11 ജേതാക്കളായി. കേരളീയ സമാജം മൈതാനത്ത് നടന്ന ആവേശകരമായ ഫൈനലിൽ ജയ് കർണാടകയെയാണ് ഇവർ പരാജയപ്പെടുത്തിയത്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത കൻസാര 11 നിശ്ചിത 6 ഓവറിൽ 63 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ജയ് കർണാടകയ്ക്ക് 5 വിക്കറ്റ് നഷ്ടത്തിൽ 45 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ലൂസേഴ്സ് ഫൈനലിൽ സരിഗിയെ തോൽപ്പിച്ച് ഷഹീൻ ഗ്രൂപ്പ് രണ്ടാമത്തെ റണ്ണറപ്പായി. കൻസാര 11ന്റെ സുമൻ മാൻ ഓഫ് ദ മാച്ചായും കരൺ ഷാ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരേക്കൽ, സ്പോൺസർമാരുടെ പ്രതിനിധികൾ എന്നിവർ വിജയികൾക്ക് ട്രോഫികളും ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു.